വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു തക്കാളി ചട്നിയാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: 4 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കരിയാമ്പില ഉണ്ട്, പിന്നെ ഒരു 3-4 ചോള വെളുത്തുള്ളി ഉണ്ട്, പിന്നെ ഇത് ഉലുവയും ജീരകവും വറുത്ത് പൊടിച്ച ഇത് മുളക് പൊടി, ഇത് മഞ്ഞൾ പൊടി, ഉപ്പ്, കടുക്, എണ്ണ. ഇത്രയും സാധനം കൊണ്ട് നമുക്ക് തക്കാളി ചട്നിയാക്കാം. അതായത് ആദ്യം നമുക്ക് ചെറുതായി കട്ടാക്കണം, വളരെ നൈസായിട്ട് കട്ടാക്കണം. അറിയൊന്നുമില്ലാത്തവരും ചോറ് തിന്നാന്ന് വെച്ചാൽ വെറും ഒരു തക്കാളി ചട്നി കൊണ്ട് ചോറ് തിന്നാൽ നല്ലൊരു ടേസ്റ്റാണ്. ഇനിയിപ്പം മഴയായി, മഴ സമയത്ത് മീനൊന്നും കിട്ടിയില്ലേ, കറി ഒന്നുമില്ലെങ്കിൽ ഇത് മാത്രം ഉണ്ടാക്കിയാൽ മതി. നല്ലൊരു ടേസ്റ്റുള്ള ഒരു തക്കാളി ചട്നിയാണ് ഇത്. ഇതിൻ്റെ മൂട് കളഞ്ഞാലോ. ചെറുതായിട്ട് തക്കാളിയും കട്ടാക്കണം. അന്നേരം തക്കാളി നല്ല വേഗം വാടി വരും. പിന്നെ പഴുത്ത തക്കാളി ആയിരിക്കണം, അധികം പച്ച തക്കാളി പറ്റൂല. നല്ല പഴുപ്പുണ്ടെങ്കിൽ അത്രയും ചട്നി രസമുണ്ടാവും. നമ്മൾ തക്കാളിയും കട്ടാക്കി കഴിഞ്ഞ് ഇതുപോലെ തന്നെ ചെറുതായിട്ട് കട്ടായാൽ വേഗം അടിഞ്ഞ് വരും. തക്കാളി നല്ല പഴുത്ത തന്നെ എടുക്കണം. പച്ച എടുത്താൽ ചട്നി അത്ര രസം ഉണ്ടാവില്ല. പഴുത്ത തക്കാളിയിൽ തന്നെ ആക്കണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. നമുക്ക് ചീനച്ചട്ടി ആദ്യം നമുക്ക് ചീനച്ചട്ടി അടുപ്പിലേക്ക് ഗ്യാസിലേക്ക് വെക്കാം. ചട്ടി ചൂടായി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി കടുക് ഇടാം. 1 സ്പൂണ് കടുക് ഇട്ടു. ഇനി നമുക്ക്
കരിയാമ്പല വാടിക്കഴിഞ്ഞ് ഇനി നമുക്ക് ഉള്ളിയൊന്ന് നല്ലോണം ഉള്ളി ഒന്ന് ചെറുതായി വാടി വരും. വേഗം വാടാനായിട്ട് ലേശം വേഗം വാടാനായിട്ട് ഒരു 1/4 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വാടിക്കിട്ടും. ഒന്ന് വാടിക്കാം. ഉള്ളി വാടിക്കഴിഞ്ഞ് ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഒന്ന് വാടട്ടെ. ഇനി നമുക്ക് മഞ്ഞളിട്ട് കൊടുക്കാം. ഒന്ന് ഒതുങ്ങി കഴിഞ്ഞ് കുറച്ചിട്ടു 1/4 സ്പൂൺ മഞ്ഞളിട്ട് കൊടുക്കുക. ആവശ്യത്തിന് മഞ്ഞൾ. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടാനുസരിച്ചിട്ട് ഇട്ടാൽ മതി. ഓരോരൊക്കെ കൂടുതൽ വേണം, ഒരാൾക്ക് കുറവ് വേണം. മുളക് പൊടി ആവശ്യത്തിന് മുളക് പൊടി. ഒരു അല്പം 1/4 സ്പൂണ് ഉലുവയും ജീരകവും വറുത്ത് പൊടിച്ചത്. അതൊരു ടേസ്റ്റിനാണ്. പിന്നെ ആ വെളുത്തുള്ളി ചെറുതായി കട്ടാക്കി വെച്ചത്. എന്നാൽ ആവശ്യത്തിന് നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിനെ. അതിന് ബാക്കി ഉപ്പ്. നന്നായി ഇളക്കി കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിയാണ് ഈ തക്കാളി ചട്നി. എല്ലാവരും നിർബന്ധമായി ഉണ്ടാക്കി നോക്കണം. ചോറിന് ഇത് മാത്രം മതി, വേറെ ഒരു കറിയിൻ്റെ ആവശ്യമില്ല. പെട്ടെന്നാക്കി ചോറുണ്ണണമെന്ന് വിചാരിച്ചാൽ കഴിയുന്നതാണ്. ഒരു 10 മിനിറ്റ് കൊണ്ട് കാര്യം കഴിയും. ഇതിങ്ങനെ അടിച്ച് കൊടുക്കുക നല്ലോണം. തക്കാളി പഴുത്ത തക്കാളി നല്ലോണം അടിച്ച് നല്ല അലുവ പോലെ ആക്കി കൊടുക്കണം. എന്നാലും ആ ചട്നീൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് സ്ലോപ്പിൽ ആക്കിയിട്ട് ഓയിലാക്കിയിട്ട് നല്ലോണം ഇങ്ങനെ അടിച്ചടിച്ച് വെള്ളമൊന്നും ഒഴിക്കൂല. വെറും ഇതിൻ്റെ അകത്ത് തന്നെ വേണം. തക്കാളീൻ്റെ നീരും അതിൽ തന്നെ വേണം. അങ്ങനെ നമ്മൾ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. നല്ലോണം അടിച്ചു കൊടുത്ത് തക്കാളി എല്ലാം നല്ല തക്കാളിയൊന്നും തിരിയാത്ത ഭാഗത്തിൽ നല്ലോണം അടിച്ചു കൊടുക്കണം. നല്ലോണം വീഴുന്നത് തക്കാളി. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. അങ്ങനെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. ഒരു അടിപൊളി തക്കാളി ചട്നിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ കുക്കിംഗ് വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഷെയറും ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും എനിക്ക് വേണം. ഇനി അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം.